Good morning. In this class, we are going to learn about some construction materials. Ceramics. What do you mean by ceramics? എന്താണ് ceramics? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ceramic plates ഉണ്ട്, ceramic bowl ഉണ്ട്. അതായത് നമ്മുടെ ഡിന്നർ വെയർസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും ceramics കൊണ്ട് ഉണ്ടാക്കി. അതുപോലെ തന്നെ പല പല ഷോ പീസസ് അറിയാം നിങ്ങൾക്ക് ceramics കൊണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ceramics എന്താണെന്ന് നോക്കാം. So a ceramic material is an inorganic compound consisting of a metal or semi-metal and one or more non-metals. So ceramic എന്ന് പറയുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറാമിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ഇനോർഗാനിക് കോമ്പൗണ്ട് ആണ്. സെറാമിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ സെറാമിക്സ് എന്ന് വിളിക്കുന്ന മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ ഇനോർഗാനിക് കോമ്പൗണ്ട് കൺസിസ്റ്റിംഗ് ഓഫ് മെറ്റൽ ഓർ സെമി മെറ്റൽ. ഒരു മെറ്റലോ സെമി മെറ്റലോ അടങ്ങിയ അതോടൊപ്പം one or more non-metals. ഒരു മെറ്റൽ അല്ലെങ്കിൽ സെമി മെറ്റൽ പ്ലസ് വൺ ഓർ മോർ നോൺ മെറ്റൽസ് അടങ്ങിയിരിക്കുന്ന ഒരു ഇനോർഗാനിക് കോമ്പൗണ്ട് ആണ് സെറാമിക് മെറ്റീരിയൽ. സോ സെറാമിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇനോർഗാനിക് കോമ്പൗണ്ട് consisting of metal or semi-metal plus one or more non-metals. One or more non-metals. So ceramic material എന്ന് പറയുന്നത് is an inorganic compound which comprises metal or a semi-metal with one or more non-metals. Now let us see some important ceramic materials. Important examples of ceramic materials are silica or silicon dioxide. Silica or silicon dioxide അതൊരു important ceramic material ആണ്. ഈ സിലിക്ക or silicon dioxide എന്ന് പറയുന്നത് it is the main ingredient of glass products. എവിടെയാണ് ഇതുള്ളത്? ഗ്ലാസ് പ്രോഡക്ട്സിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. സോ സിലിക്ക എന്ന് പറയുന്നത് ഒരു important ceramic material ആണ്. Another important ceramic material is alumina or aluminium oxide. Alumina or aluminium oxide. ഇത് എവിടെയാണ് മെയിൻ ആയിട്ടുള്ളത്? അബ്രേസീവ്സ് ടു ആർട്ടിഫിഷ്യൽ ബോണ്ട്സ്, അബ്രേസീവ് ടു ആർട്ടിഫിഷ്യൽ ബോണ്ട്സിലാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Abrasives to artificial bonds. So alumina or aluminium oxide is used in abrasives to artificial bonds. Where silicon, where the ceramic material example ആണ് complex compound like hydrous aluminium silicate. Hydrous aluminium silicate. ഇതിനെ kaolinite എന്നും പറയും. Hydrous aluminium silicate or kaolinite, it is the principal ingredient in clay products. Clay products ile ഒരു major ingredient ആണ്. So these are some of the examples of ceramic materials. Silica or silicon dioxide, alumina or aluminium oxide, and hydrous aluminium silicate. Now, the general properties that make ceramics useful in engineered products are high hardness, good electrical and thermal insulating characteristics, chemical stability and high melting temperature. So സെറാമിക്സിന്റെ കീ പ്രോപ്പർട്ടീസ് എന്താണ്? അതായത് ഒരുപാട് എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സിൽ സെറാമിക്സ് യൂസ് ചെയ്യുന്നുണ്ട്.
സോ എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സിൽ സെറാമിക്സ് യൂസ് ചെയ്യാൻ സെറാമിക്സിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹൈ ഹാർഡ്നെസ്, സെറാമിക്സിന് ഹാർഡ്നെസ് കൂടുതലാണ്. പിന്നെന്താണ്? ഗുഡ് ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ ഇൻസുലേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്. ഗുഡ് electrical and thermal insulating characteristics പിന്നെ ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ കെമിക്കൽ സ്റ്റെബിലിറ്റി, അതോടൊപ്പം തന്നെ ഹൈ മെൽറ്റിംഗ് ടെമ്പറേച്ചർ, So these are the properties of ceramics which makes it useful for engineering products. എന്തൊക്കെയാണ്? high hardness, good electrical and thermal insulating property or characteristics, chemical stability and high melting temperature. ഇനി ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സെറാമിക്സ് ആർ ബ്രിട്ടിൽ ആൻഡ് possess no ductility. സെറാമിക്സ് ബ്രിട്ടിലുമാണ്, അതിന് ഡക്റ്റിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രോസസ്സിങ്ങിലും പെർഫോമൻസിലും അത് ഒരു പ്രോബ്ലം ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെറാമിക്സ് ആർ ബ്രിട്ടിൽ ആൻഡ് possess no ductility. Ceramics are thin and there no ductility. അത് വളരെ ബ്രിട്ടിലുമാണ്, അതിന് ഡക്റ്റിലിറ്റിയും തീരെയില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രോസസ്സിങ്ങിലും പെർഫോമൻസിലും ഒക്കെ ഈ ഡിസഡ്വാൻറ്റേജ് ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. Now let us see what are the categories of ceramics. സെറാമിക്സിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ട്രഡീഷണൽ സെറാമിക്സും ഇൻഡസ്ട്രിയൽ സെറാമിക്സും ആയിട്ടാണ്. എങ്ങനെയാണ് സെറാമിക്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ട്രഡീഷണൽ സെറാമിക്സും ഇൻഡസ്ട്രിയൽ സെറാമിക്സ്. ട്രഡീഷണൽ ആൻഡ് industrial. So ceramics classified into two: traditional ceramics and industrial ceramics. ഈ traditional ceramics എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നതാണ്? വൈറ്റ് വെയർ, ടൈൽസ്, ബ്രിക്ക്, പോട്ടറി, അബ്രേസീവ് ബിൽസ്, അവിടെയൊക്കെയാണ് ട്രഡീഷണൽ സെറാമിക്സ് യൂസ് ചെയ്യുന്നത്. എവിടെയൊക്കെയാണ്? വൈറ്റ് വെയർ, ടൈൽസ്, ബ്രിക്ക്, പോട്ടറി, അബ്രേസീവ് ബിൽസ്. Abrasive wheels, white ware, pottery, tiles, brick, etc. Tiles, brick. ഇവിടെയൊക്കെയാണ് ട്രഡീഷണൽ സെറാമിക്സ് യൂസ് ചെയ്യുന്നത്. Whereas industrial ceramics, also known as high-tech or fine ceramics or engineering ceramics, they are used in turbines, automotive or aerospace components, heat exchangers, semiconductors and tools. അതായത് കട്ടിംഗ് ടൂൾസ്. ഇൻഡസ്ട്രിയൽ പർപ്പസിന് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പർപ്പസസിന് യൂസ് ചെയ്യുന്നത്, അതിനെയാണ് ഇൻഡസ്ട്രിയൽ സെറാമിക്സ് എന്ന് വിളിക്കുന്നത്. അത് എവിടെയൊക്കെ യൂസ് ചെയ്യും? ടർബൈൻസിൽ യൂസ് ചെയ്യും, ഓട്ടോമോട്ടീവ് കമ്പോണൻസിൽ യൂസ് ചെയ്യും, എയറോസ്പേസ് കമ്പോണൻസിൽ യൂസ് ചെയ്യും, ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൽ, സെമി കണ്ടക്ടേഴ്സിലും കട്ടിംഗ് ടൂൾസിലും യൂസ് ചെയ്യും. Cutting tools, turbines, automotive and aerospace components, പിന്നെ ഹീറ്റ് എക്സ്ചേഞ്ചർ, സെമി കണ്ടക്ടേഴ്സ്.
സോ ഇവിടെ എല്ലാമാണ് ഇൻഡസ്ട്രിയൽ സെറാമിക്സ് യൂസ് ചെയ്യുന്നത്. സോ സെറാമിക്സിനെ രണ്ട് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ട്രഡീഷണൽ സെറാമിക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ സെറാമിക്സ്. അതിൽ ട്രഡീഷണൽ സെറാമിക്സ് എന്ന് പറയുന്നത് അബ്രേസീവ് വീൽസ്, വൈറ്റ് വെയർ, പോട്ടറി, ടൈൽസ്, ബ്രിക്സ് അവിടെയൊക്കെ യൂസ് ചെയ്യും. ആൻഡ് ഇൻഡസ്ട്രിയൽ സെറാമിക്സ് എന്ന് പറയുന്നത് കട്ടിംഗ് ടൂൾസ്, ടർബൈൻസ്, ഓട്ടോമോട്ടീവ്, എയറോസ്പേസ് കമ്പോണൻസ്, ഹീറ്റ് എക്സ്ചേഞ്ചർ, സെമി കണ്ടക്ടേഴ്സ് അവിടെ എല്ലാമാണ് ഇൻഡസ്ട്രിയൽ സെറാമിക്സ് യൂസ് ചെയ്യുന്നത്. Ceramics are used variety of products such as clay construction products such as bricks, refractory ceramics which are capable of high temperature applications such as furnace walls, cement used in concrete used for construction and roads, whiteware products such as pottery, glass used in bottles, abrasives such as aluminum oxide and silicon carbide, cutting tool materials such as tungsten carbide, ceramic insulators which are used in applications such as electrical transmission components, spark plugs, nuclear fuels based on uranium oxide, bioceramics which includes materials used in artificial teeth and bones. So ഇതൊക്കെയാണ് സെറാമിക്സിന്റെ ആപ്ലിക്കേഷൻ. സെറാമിക്സ് എവിടെയൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് നോക്കാം. വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് സച്ച് ആസ് ക്ലേ കൺസ്ട്രക്ഷൻ പ്രോഡക്ട്സ്, clay construction products such as bricks, refractory ceramics, bricks ഉണ്ട്, refractory ceramics, clay construction products ആണ്. അതിനകത്ത് വരുന്നതാണ് ബ്രിക്സും റിഫ്രാക്ടറി സെറാമിക്സ് and they are capable of high temperature applications such as furnace walls. furnace walls ൽ യൂസ് ചെയ്യാം. ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഈ ഫേർണസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഫേർണസ് വിൽ ബി സബ്ജക്റ്റഡ് ടു ഹൈ ടെമ്പറേച്ചർ. സോ സെറാമിക് മെറ്റീരിയൽസ്, ക്ലേ കൺസ്ട്രക്ഷൻ പ്രോഡക്ട്സ്, അതായത് ഏതൊക്കെയാണ് ക്ലേ കൺസ്ട്രക്ഷൻ പ്രോഡക്റ്റ്, ബ്രിക്സ്, റിഫ്രാക്ടറി സെറാമിക്സ് ഒക്കെയാണ്. അത് ഫേർണസ് വാൾസിൽ യൂസ് ചെയ്യാം. ഫേർണസ് വാൾസ് ആർ സബ്ജക്റ്റഡ് ടു ഹൈ ടെമ്പറേച്ചർ. ദെൻ സിമെന്റ് യൂസ്ഡ് ഇൻ കോൺക്രീറ്റ് യൂസ് ഫോർ കൺസ്ട്രക്ഷൻ ആൻഡ് roads, cement in concrete used for construction and roads. പിന്നെ whiteware products such as pottery, whiteware പ്രോഡക്ട്സിലാണ് ഈ പോട്ടറി വരുന്നത്. Then glass used in bottles, Then abrasives such as aluminum oxide and silicon carbide, aluminum oxide and silicon carbide. Abrasives are aluminum oxide, silicon carbide. Then cutting tool materials such as tungsten carbide, cutting tool material tungsten carbide,
പിന്നെ ഒരു യൂസ് വരുന്നത് സെറാമിക് ഇൻസുലേറ്റേഴ്സ്. Ceramic insulators which are used in applications such as electrical transmission components and spark plugs. എവിടെയൊക്കെ ceramic insulators യൂസ് ചെയ്യും? Electrical transmission components, then spark plugs. പിന്നെ application nuclear fuels, based on uranium oxide. Then bioceramics. ബയോസെറാമിക്സിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ആർട്ടിഫിഷ്യൽ ടീത്ത് ആൻഡ് ബോൺസ്. So these are the applications of ceramics. Clay construction products like bricks, refractory ceramics which are used in furnace walls, that is are subjected to high temperature. Then cement and concrete used for construction and roads. Then whiteware products such as pottery, glass used in bottles, abrasives such as aluminum oxide, silicon carbide, cutting tool material like tungsten carbide, ceramic insulators like electrical transmission components, spark plugs, then nuclear fuels such as uranium oxide, bioceramics like artificial teeth and bones.